ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി ലുക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 എക്കണോമിക്സിൻ്റെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. +2 എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സും ഉണ്ട്, മാക്രോ എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. അല്ല, ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ളത് 3 ടോപ്പിക്സ് ആണ് ഉള്ളത്. ആ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെന്തായാലും പഠിച്ചിട്ട് പോകണം. ഫസ്റ്റത്തെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, അത് 3 മാർക്കിനാണ് വരുന്നത്. രണ്ടാമത്തെ PPC കർവ് പോയിന്റ്, അത് 3 മാർക്കിനാണ് വരുന്നത്. മൂന്നാമത്തെ ടൈപ്സ് ഓഫ് ഇക്കോണമി, അത് 4 മാർക്കിനാണ് വരുന്നത്. അത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിക്കണം. രണ്ടാമത്തെ ചാപ്റ്ററിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ തന്നെ ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റീസ്, അത് 3 മാർക്കിനാണ് വരുന്നത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് 8 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനാണ് വരാനുള്ളത്. മൂന്നാമത്തേതാണ് കൺസ്യൂമർ ബഡ്ജറ്റ് ലൈൻ പ്രോബ്ലംസ്, അതിൻ്റെ പ്രോബ്ലംസ് അത് 8 മാർക്കിനാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ്, അത് 3 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. അഞ്ചാമത്തെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, അത് 5 മാർക്കിന്. പിന്നെ ആറാമത്തെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അത് 3 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഏഴാമത്തെയാണ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് പ്രോപ്പർട്ടീസ്, അത് 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ 3, അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട്, അത് 3 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പിന്നെ ലോ ഓഫ് ഡിമിനിഷിങ് MP വേരിയബിൾ പ്രൊപ്പോർഷൻ, അത് 8 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ, അത് 5 മാർക്കിന്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 8 മാർക്കിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിട്ട് പോകണം. നാലാമത്തെ ചാപ്റ്ററിൽ ഫീച്ചേഴ്സ് ഓഫ് PC, അത് 4 മാർക്കിന്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആൻഡ് കർവ്, അത് 8 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പിന്നെ ഷട്ട് ഡൗൺ പോയിന്റ്, അത് 4 മാർക്കിന്. ചാപ്റ്റർ 5 പ്രൈസ് ഫ്ലോർ പറഞ്ഞിട്ട്, അത് 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൈസ് സീലിംഗ് ആണ്, അത് 4 മാർക്കിന്. പിന്നെ ഇക്വിലിബ്രിയം പോയിന്റ്, അതുപോലെ EP EQ, അതൊക്കെ 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്രോ കഴിഞ്ഞു. ഇങ്ങനെ മാക്രോ എക്കണോമിക്സിലേക്ക് വരാം. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എമർജൻസ് ഓഫ് മാക്രോ ആണ്, അത് 4 മാർക്കിന്. പിന്നെ സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി, അത് 2 മാർക്കിന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ള ഒരു ചോദ്യമാണ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം, അതിന് 4 മാർക്കാണുള്ളത്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, അത് 2 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. പിന്നെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ മെത്തേഡ്സ്, അത് 8 മാർക്കിനാണ് ചോദിക്കുക. പിന്നെ GDP ആൻഡ് വെൽഫെയർ കണ്ടീഷൻസ് 4 മാർക്കിന്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അത് 4 മാർക്കിന്. അതിൽ ചാപ്റ്റർ 3 ചോദിക്കാറുള്ളത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അത് 5 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് 4 മാർക്കിന്. ഫങ്ഷൻസ് ഓഫ് മണി, അത് 5 മാർക്കിന്. മണി സപ്ലൈ 4 മാർക്കിന്. ലിക്വിഡിറ്റി ട്രാപ്പ് 4 മാർക്കിന്. പോളിസി ടൂൾസ് ഓഫ് മണി ക്രിയേഷൻ, അത് 8 മാർക്കിന്. SC ആണ് വരുന്നത്. ഇനി നാലാമത്തെ ചാപ്റ്ററിൽ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, മൾട്ടിപ്ലയർ, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്, പിന്നെ എക്സ് ആൻഡും എക്സ്പോസ്റ്റും, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും പഠിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും പഠിച്ചിട്ട് പോകുക എല്ലാവരും. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക്